കശ്മീരികൾക്ക് തോക്ക് കൊടുത്തത് പാകിസ്ഥാൻ സൈന്യം തന്നെ. ഇപ്പോൾ അതേ ജനങ്ങളെ ഭീകരരെന്ന് വിളിക്കുന്നു. പാക് അധീന കശ്മീരിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഉയർന്ന ഈ വെളിപ്പെടുത്തൽ ഇസ്ലാമാബാദിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ദിനംപ്രതി കൂടുതൽ ശക്തമാവുകയാണ്. പ്രതിഷേധം 24-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കെ സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് സർദാർ അമൻ ഖാൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കശ്മീരികൾക്ക് ആയുധങ്ങൾ നൽകിയതും പാകിസ്ഥാൻ സൈന്യമാണ്. ഇന്ന് അതേ ജനങ്ങളെ ഭീകരരെന്ന് മുദ്രകുത്തുന്നതും അതേ സൈന്യം തന്നെയാണ് എന്ന് അമൻ ഖാന്റെ പ്രസ്താവന പ്രതിഷേധത്തിന് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ്. ഭക്ഷ്യക്ഷാമം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഭരണപരമായ അവഗണന എന്നിവയെ ചൊല്ലി തുടങ്ങിയ ഈ സമരം ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തെയും ഭരണകൂടത്തെയും നേരിട്ട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. എന്താണ് പാക് അധീന കശ്മീരിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സർദാർ അമൻ ഖാന്റെ ആരോപണങ്ങൾ ഇസ്ലാമാബാദിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കും? ഈ വീഡിയോയിൽ എല്ലാ വിവരങ്ങളും നമുക്ക് പരിശോധിക്കാം. പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുകയാണ്. പ്രതിഷേധം 24-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കെ സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് സർദാർ അമൻ ഖാൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കശ്മീരികൾക്ക് ആയുധങ്ങൾ നൽകിയതും ഇപ്പോൾ അവരെ ഭീകരരെന്ന് മുദ്രകുത്തുന്നതും പാകിസ്ഥാൻ സൈന്യമാണെന്നാണ് അമൻ ഖാന്റെ ആരോപണം. പാകിസ്ഥാൻ അധീന കശ്മീരിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം പുതിയ വഴിത്തിരിവിലേക്ക് മാറി. പ്രക്ഷോഭം 24-ാം ദിവസത്തിലേക്ക് കടന്ന വ്യാഴാഴ്ച റാവൽകോട്ടിലെ ഈദ്ഗാഹ് മൈതാനത്ത് നടന്ന വൻ റാലിയിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്താണ് സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവായ സർദാർ അമൻ ഖാൻ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. ഏകദേശം 30,000-ത്തോളം ആളുകൾ പങ്കെടുത്ത റാലിയിൽ സംസാരിച്ച അമൻ ഖാൻ കശ്മീരിലെ ജനങ്ങൾക്ക് ആയുധങ്ങൾ കൈമാറിയത് പാകിസ്ഥാൻ സൈന്യമാണെന്ന് ആരോപിച്ചു. നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. ഇതുമായി ബന്ധപ്പെട്ടൊരു ദൃശ്യങ്ങളാണ്. मैं इनसे कहता हूँ, आलमी मीडिया की मौजूदगी में कहता हूँ, मैं तमाम इंसानी हकूक की तंजीमों को गवाह बना के कहता हूँ, आप सबकी मौजूदगी में कहता हूँ, कश्मीरियों के हाथ में बंदूक पाकिस्तान की फौज ने दी थी। कश्मीरियों के हाथ में बंदूक भी पाकिस्तान की फौज ने दी और पूरी पाकिस्तान की फौज ने। और तुम हमें बताते हो, जैसे डिप्टी कमिश्नर रावलाकोट, तुम यहाँ पर रैलियां निकलवाते थे बंदूकों वाली, तलवारों वाली। याद है आप सबको? याद है कि नहीं है? सबको याद है? तुम रैलियां निकलवाते थे दहशतगर्दों के खिलाफ, तो हमारे खिलाफ फतवे जारी करवाते थे। तुम हमें बताओगे कि दहशतगर्द एक्शन कमेटी और के सारे लोग दहशतगर्द थे?